കൃഷ്ണ. എല്ലാവർക്കും മാധവത്തിലേക്ക് സ്വാഗതം. കഴിഞ്ഞ ദിവസം നമ്മൾ ശ്രീരാമചന്ദ്രനും ലക്ഷ്മണനും ഇന്ദ്രജിത്തിൻ്റെ ആക്രമണത്താൽ യുദ്ധഭൂമിയിൽ പതിച്ച ആ ഭാഗം വരെയാണ് പറഞ്ഞത്. അതിനുശേഷം ആ യുദ്ധഭൂമിയിൽ എന്ത് സംഭവിച്ചു എന്ന് നമുക്കിന്ന് നോക്കാം. 4 ഗോപുരങ്ങളിലും വാനര സൈന്യം വീണ് കിടക്കുന്നു. നിങ്ങൾക്ക് ആ കാഴ്ച കാണാനായി സാധിക്കുന്നുണ്ടോ? ശ്രീരാമ ലക്ഷ്മണന്മാരും വീണിരിക്കുന്നു. ബ്രഹ്മദേവൻ്റെ അനുഗ്രഹത്താൽ ഹനുമാനും വിഭീഷണനും രക്ഷ കിട്ടുന്നു. 2 പേരും കൂടി രാമലക്ഷ്മണന്മാരെ എങ്ങനെ രക്ഷപ്പെടുത്താം എന്ന് ആലോചിക്കുകയാണ്. 2 പേരും കയ്യിൽ തീപ്പന്തവുമായി വാനരന്മാരെ നോക്കി അവിടെയെല്ലാം ചുറ്റി നടന്നു. കിഴക്കേ ഗോപുരത്തിൽ 30 കോടി സേനയുമായി രാജാ സുഗ്രീവൻ അതാ വീണുകിടക്കുന്നു. കയ്യിൽ ഓങ്ങിപ്പിടിച്ച മരവുമായി സേനാപതി നീലൻ അതാ അവിടെ കിടക്കുന്നു. അംഗദൻ തെക്കേ ഗോപുരത്തിൽ വീണുകിടക്കുന്നു. അമ്പേറ്റ് അവശരായി രാമനും ലക്ഷ്മണനും പടിഞ്ഞാറേ ഗോപുരത്തിൽ മൂർച്ഛിച്ച് കിടക്കുന്നു. മിണ്ടുന്നില്ല, നോക്കുന്നില്ല. അങ്ങോട്ടും ഇങ്ങോട്ടും പിടിച്ചനക്കി നോക്കി, പക്ഷേ അവർക്ക് ബോധമില്ല. ഇത് കണ്ടപ്പോൾ വിഭീഷണനും ഹനുമാനും തലയ്ക്ക് കൈ കൊടുത്തിരുന്ന് കരഞ്ഞുപോയി. അമ്പേറ്റ് അവശനായി കിടക്കുന്ന ജാമ്പവാന് മിണ്ടാൻ പോലും സാധിക്കുന്നില്ല. എങ്കിലും നല്ല ബോധത്തോടുകൂടി മാറിടത്തിലേക്ക് നോക്കുന്നുണ്ട്. വിഭീഷണൻ ജാമ്പവാനോട് പറഞ്ഞു, അങ്ങ് മഹാബലവാനാണ്. എഴുന്നേറ്റ് വേണ്ട ഉപദേശം ഞങ്ങൾക്ക് നൽകണം. ഞങ്ങൾ വേറെ ആരോട് ചോദിക്കും? ജാമ്പവാന്റെ ശരീരമാകെ അമ്പ് തറച്ചിരിക്കുകയാണ്. അനങ്ങാൻ കഴിയുന്നില്ല. അല്ലയോ വിഭീഷണ, എന്നോട് സംസാരിക്കുവാനാണ് നിങ്ങൾ വന്നിരിക്കുന്നത് എന്ന് ഞാൻ അനുമാനിക്കുന്നു. ഹനുമാൻ എവിടെ? 2 പേരും കൂടി ഇങ്ങോട്ടേക്ക് വരൂ, നമുക്ക് ആലോചിക്കാം. അപ്പോൾ വിഭീഷണൻ പറയുകയാണ്, ഇന്ദ്രജിത്തിൻ്റെ ബാണമേറ്റ് രാമനും ലക്ഷ്മണനും വീണു കഴിഞ്ഞിരിക്കുന്നു. വാനര രാജാവായ സുഗ്രീവനും വീണുകഴിഞ്ഞു. ഇവരെയൊക്കെ രക്ഷപ്പെടുത്തുവാൻ എന്താണ് ഒരു മാർഗം എന്ന് അങ്ങ് പറഞ്ഞു തരിക. ഞങ്ങൾക്ക് അങ്ങല്ലാതെ മറ്റാരുമില്ല. ഇത് കേട്ടപ്പോൾ ജാമ്പവാൻ പറയുകയാണ്, ഹനുമാനെ ഇങ്ങോട്ട് വിളിച്ചു കൊണ്ടുവരിക. എൻ്റെ ബുദ്ധി പ്രവർത്തിക്കുന്നില്ല. ഹനുമാനെ എൻ്റെ അടുത്തേക്ക് കൊണ്ടുവരിക. മറ്റു വല്ലവരെയും അന്വേഷിച്ചിട്ട് യാതൊരു കാര്യവുമില്ല. ആദ്യം തന്നെ ഹനുമാൻ എവിടെയുണ്ട് എന്ന് അന്വേഷിക്കുക. ഹനുമാന് ജീവനുണ്ടെങ്കിൽ എല്ലാ മഹാവീരന്മാർക്കും ഹനുമാൻ ജീവൻ നൽകും. ഇത് കേട്ടപ്പോൾ വിഭീഷണൻ പറയുകയാണ്, നോക്കൂ, താങ്കളോട് സംസാരിക്കുവാൻ ഹനുമാൻ ഇതാ അങ്ങയുടെ സമീപം വന്നിരിക്കുന്നു. ശ്രീരാമനും ലക്ഷ്മണനും സകല വാനര നായകന്മാരും വീണു കിടക്കുന്നു. നീ ചെന്ന് ഔഷധം കൊണ്ടുവന്നാൽ നമുക്ക് എല്ലാവരെയും ജീവിപ്പിക്കാം. വായുവിനെ അവലംബമാക്കി ആകാശത്തിലേക്ക് ഉയർന്ന് ഹിമാലയത്തിലേക്ക് ചെല്ലുക. ഹിമാലയ ഋഷ്യമുഖ ശൃംഗത്തിൽ എത്തിച്ചേരണം. അതിൻ്റെ തെക്കു കിഴക്കാണ് കൈലാസം. ഋഷ്യമുഖത്തിൽ 4 ഔഷധ വൃക്ഷങ്ങളുണ്ട്. ഇരുട്ടത്തും ആ മരങ്ങൾ കാണാം. പ്രകാശിക്കുന്നവയാണ് ആ മരങ്ങൾ. വിശല്യകരണി, മൃതസഞ്ജീവനി, അസ്ഥിസന്ധാരിണി, സുവർണകരിണി, ഇവയാണ് ഈ 4 ഔഷധ വൃക്ഷങ്ങൾ. രാത്രിക്കു രാത്രി ഔഷധം കൊണ്ടുവരാമെങ്കിൽ 4 യുഗത്തിലും നിന്റെ കീർത്തി നിലനിൽക്കും. ഇങ്ങനെ ജാമ്പവാൻ ഹനുമാനോട് പറയുകയാണ്. ഹനുമാൻ
ജാംബവാനോട് ആജ്ഞ വാങ്ങി ഔഷധം കൊണ്ടുവരുന്നതിനായി ഋഷിമുഖത്തിലേക്ക് പോയി. ചെവി കൂർപ്പിച്ചു പിടിച്ചുകൊണ്ട് ഒറ്റ ചാട്ടത്തിന് ഹനുമാൻ ഋഷിമുഖത്തിൽ എത്തിച്ചേർന്നു. വായുവിനെ അവലംബിച്ച് മഹാശബ്ദത്തോടുകൂടി ഹനുമാൻ സഞ്ചരിച്ചു. വാലിൻ്റെ അടിയേറ്റ് കല്ലും മരങ്ങളും പറന്നു. ശരീരം 10 യോജന വിസ്താരത്തിൽ 30 യോജന നീളത്തിൽ നിറഞ്ഞു നിന്നു. വാൽ 50 യോജന പൊക്കത്തിലേക്ക് വളഞ്ഞു നിന്നു. നിമിഷം കൊണ്ട് ഹനുമാൻ സാഗരം കടന്നു. ഈ പ്രപഞ്ചത്തിലെ മുഴുവൻ വഴിയും അറിയാവുന്ന ഹനുമാൻ നദികളും തടാകങ്ങളും പർവ്വതങ്ങളും കടന്നു. തപോവനങ്ങളും തീർത്ഥസ്നാനങ്ങളും കടന്നു. 1 വർഷം കൊണ്ട് താണ്ടുന്ന ദൂരം 1 രാത്രി കൊണ്ട് പിന്നിട്ടു. ഹിമാലയ പർവ്വതം കടന്നു. വെണ്മയുടെ കൊടുമുടിയായ കൈലാസം ഹനുമാൻ കണ്ടു. അവിടെ നിന്ന് ഋഷ്യമുഖത്തിലേക്ക് ചെന്നു. ഗന്ധം കൊണ്ട് ഔഷധം നിൽക്കുന്ന സ്ഥലം അറിയാൻ സാധിച്ചു ഹനുമാന്. ഹനുമാൻ അവിടെ എത്തിച്ചേർന്നു. ഓരോ ശിഖരത്തിലും തിരഞ്ഞിട്ടും 4 ഔഷധങ്ങളും ഹനുമാന് കണ്ടെത്തുവാൻ സാധിച്ചില്ല. ദേവന്മാരെയോ മൂർത്തികളെയോ മറ്റോ കണ്ടാൽ ചോദിക്കാമായിരുന്നു, പക്ഷേ ആരെയും കണ്ടില്ല. ഹനുമാൻ അപ്പോൾ വിചാരിക്കുകയാണ്, ശരമേറ്റു തളർന്ന ജാംബവാന് ഓർമ്മപ്പിശക് വന്നിരിക്കുമോ? ബുദ്ധി പ്രവർത്തിക്കാതെയായോ? ഇല്ലില്ല, ബ്രഹ്മാവിൻ്റെ പുത്രനായ മഹാബുദ്ധിമാന് അബദ്ധം പിണയുകയില്ല. അദ്ദേഹത്തിൻ്റെ വാക്ക് എങ്ങനെ തെറ്റും? പർവ്വതം ഒരു പക്ഷേ മരുന്ന് ഒളിപ്പിച്ചു വെച്ചിരിക്കുന്നതാകാം. പർവ്വതത്തിൻ്റെ ആപത്തുകാലം ആണ് എന്ന് തോന്നുന്നു. ഞാൻ ഈ പർവ്വതത്തെ തോണ്ടി കടലിലെറിഞ്ഞു കളയും. രാമദൂതനും സുഗ്രീവൻ്റെ ഭൃത്യനുമായ എന്നെ ഈ പർവ്വതം പരിഹസിക്കുകയാണോ? ഇങ്ങനെയൊക്കെ ഹനുമാൻ ചിന്തിക്കുകയാണ്. ഇപ്രകാരം വിചാരിച്ചിട്ട് തൊഴുകൈയോടുകൂടി ഹനുമാൻ പർവ്വതത്തെ സ്തുതിച്ചു. കേട്ടാലും പർവ്വതരാജ, ഔഷധം കിട്ടും എന്നു കരുതി നദിയും തടാകവും കടലും പർവ്വതവും കടന്ന് ഞാൻ ഇവിടെ വന്നിരിക്കുന്നു. എത്രയോ മേരുപർവ്വതങ്ങൾ നിന്നിലുണ്ട്. ശ്രീരാമനും ലക്ഷ്മണനും യുദ്ധത്തിൽ മുറിവേറ്റു കിടക്കുന്നു. ഔഷധം തരൂ, എനിക്ക് കാണിച്ചു തരൂ. സുഗ്രീവനും അംഗദനും നളനും നീലനും അങ്ങനെ വാനര നായകന്മാരൊക്കെയും മരിച്ചതുപോലെ വീണുകിടക്കുന്നു. കൃപാലുവായ അവിടുന്ന് മരുന്നുകൾ നൽകൂ. അങ്ങയുടെ കൃപയാൽ എല്ലാവരും ജീവിക്കട്ടെ. അങ്ങിത് കേൾക്കൂ, രാത്രി കഴിയാറായി. എനിക്ക് ഇനിയും കടൽ കടന്ന് ലങ്കയിൽ എത്തിച്ചേരണം. ഔഷധങ്ങൾ കാണിച്ചു തരൂ. അങ്ങനെ രാമന് ഒരു ഉപകാരം ചെയ്യുവാനുള്ള ഒരു ഭാഗ്യം അങ്ങേക്ക് ലഭിക്കട്ടെ. ഇപ്രകാരം കിണഞ്ഞപേക്ഷിച്ചിട്ടും പർവ്വതം ഒട്ടും കൃപ കാണിച്ചില്ല. രാമപാദങ്ങളിൽ ഹനുമാൻ നമസ്കരിച്ചിട്ട് പർവ്വതത്തിനോട് കോപിക്കുകയാണ്. ഹനുമാന് കോപം സഹിക്കുന്നില്ല. പല്ലുകൾ ഇറുമ്മിക്കടിച്ചു. ഞാൻ ശ്രീരാമദാസനാണ്. ഔഷധം തരാതെ എന്നെ നീ അപഹസിക്കുകയാണല്ലേ? നീ ഒരു ചെറിയ പർവ്വതം. നിന്നെപ്പോലെ എത്ര പർവ്വതത്തെ ഞാൻ വെള്ളത്തിലിട്ടിട്ടുണ്ട്. ഇതും പറഞ്ഞുകൊണ്ട് ഹനുമാൻ ആ പർവ്വതത്തെ പിടിച്ച് വലിച്ചു. ചറപറ ശബ്ദത്തോടുകൂടി ആ പർവ്വതം വീഴാൻ പോവുകയാണ്. വൻമരങ്ങൾ പറഞ്ഞു വീണു. ഋഷിമാരുടെ പർണശാലകൾ ഇടിഞ്ഞു. മൃഗങ്ങൾ പേടിച്ചോടി. യക്ഷന്മാരും രാക്ഷസന്മാരും ദുഃഖത്തോടുകൂടി സർവേശ്വരനെ വിളിച്ചു. ഈ പ്രളയത്തിൽ ഒലിച്ചു പോകാതെ ഓടി രക്ഷപ്പെടുവാൻ വഴിയൊന്നും കാണുന്നില്ലല്ലോ സർവേശ്വര. പർവ്വതം ശരീരമെടുത്ത് ഒരു ഋഷിയുടെ രൂപത്തിൽ ഹനുമാന്റെ മുമ്പിലേക്ക് വരികയാണ്. ഋഷിരൂപത്തിൽ വന്ന പർവ്വതം ഹനുമാനോട് മധുരമായ വാക്യത്തോടുകൂടി ചോദിക്കുകയാണ്, നീ ആരാണ്?
എവിടെയാണ് താമസിക്കുന്നത്? എന്തിനാണ് എന്നെ ഉപദ്രവിക്കുന്നത്? അപ്പോൾ ഹനുമാൻ പറയുകയാണ്, ഞാൻ പവനനന്ദനൻ, സുഗ്രീവൻ്റെ അനുയായി, രാമൻ്റെ ദൂതൻ. ദുഷ്ടരാക്ഷസനായ രാവണൻ രാമൻ്റെ പത്നി സീതാദേവിയെ അപഹരിച്ചു. രഘുനാഥൻ സാഗരത്തിൽ ചിറകെട്ടി ലങ്കയിൽ എത്തിച്ചേർന്നു. രാമരാവണ യുദ്ധത്തിൽ ഇന്ദ്രജിത്തിൻ്റെ ബാണമേറ്റ് രഘുപതി രാമനും ലക്ഷ്മണനും മോഹാലസ്യപ്പെട്ട് കിടക്കുന്നു. സുഗ്രീവൻ, അംഗദൻ തുടങ്ങിയ ഒട്ടേറെ വാനര നായകന്മാരും വാനര സൈന്യവും ബോധം കെട്ടുകിടക്കുന്നു. എന്നെ ഔഷധം അന്വേഷിച്ച് ജാംബവാൻ ഇങ്ങോട്ടേക്ക് അയച്ചതാണ്. ഈ പർവ്വതത്തിൽ മഹത്തായ ഔഷധങ്ങളുണ്ട്. പർവ്വതം എന്തോ അഹങ്കാരം നിമിത്തം ഔഷധം എൻ്റെ കണ്ണിൽ കാണിക്കുന്നില്ല. ജീവൻ പണയപ്പെടുത്തിയിട്ടും ഞാൻ രാമന് ഉപകാരം ചെയ്യും. പർവ്വതം അടർത്തിയെടുത്ത് ഞാൻ കടലിൽ കൊണ്ടുചെന്ന് ഇടുകയും ചെയ്യും. ഇത് കേട്ടപ്പോൾ ഋഷ്യരൂപത്തിൽ വന്ന പർവ്വതം ഹനുമാനെ സമാധാനപ്പെടുത്തി. വായുപുത്ര, അങ്ങ് സമാധാനിക്കൂ, ശാന്തനാകൂ, ഔഷധവനം ഞാൻ കാണിച്ചു തരാം. ഇത്രയും പറഞ്ഞുകൊണ്ട് ഔഷധം നിൽക്കുന്ന സ്ഥലത്തേക്ക് അവർ ചെല്ലുന്നു. കാണിച്ചു കൊടുക്കുന്നു. 4 ഔഷധങ്ങളും 4 ഔഷധങ്ങളും പറിച്ചെടുത്ത് ചെവി കൂർപ്പിച്ച് വാലുയർത്തി കുതിച്ചു പൊങ്ങി നിമിഷ നേരം കൊണ്ട് ഹനുമാൻ ലങ്കയിൽ എത്തിച്ചേർന്നു. അങ്ങനെ ആ ഔഷധം ഹനുമാൻ ജാംബവാൻ്റെ അടുത്ത് കൊണ്ടുചെന്ന് വെക്കുന്നു. ജാംബവാൻ ആ ഔഷധം രാമനും ലക്ഷ്മണനും സുഗ്രീവനും മറ്റു വാനരന്മാർക്കും കൊടുക്കുന്നു. ഔഷധത്തിൻ്റെ അത്ഭുത പ്രഭാവത്താൽ അവർ എല്ലാവരും എഴുന്നേൽക്കുന്നു. ഹനുമാൻ രാമൻ്റെ തൃപ്പാദങ്ങളിൽ ശരണം പ്രാപിക്കുന്നു. നിന്നെപ്പോലൊരു വീരൻ 3 ലോകത്തുമില്ല, നീ കാരണം ഞങ്ങൾക്ക് ജീവൻ ലഭിച്ചു എന്ന് പറഞ്ഞ് ശ്രീരാമൻ ഹനുമാനെ അനുഗ്രഹിക്കുന്നു. ഹനുമാൻ തല കുനിച്ചു നിന്നു. പ്രസാദമാണ് ലഭിച്ചിരിക്കുന്നത് ശ്രീരാമൻ്റെ അനുഗ്രഹത്തിൻ്റെ രൂപത്തിൽ എന്നു കരുതി ഹനുമാൻ സന്തോഷിക്കുന്നു. ഹനുമാനെ ശ്രീരാമൻ ആലിംഗനം ചെയ്യുന്നു. നീ വീരഹനുമാൻ, നീ എൻ്റെ ഭക്തൻ ഹനുമാൻ. നീയും ഞാനും ഒന്നല്ല. നിന്റെ ശരീരം എൻ്റേതും എൻ്റെ ശരീരം നിൻ്റേതുമാണ്. ഇങ്ങനെ രാമൻ ഹനുമാനോട് പറയുന്നു. ഇതിലും വിലപ്പെട്ട എന്തു പ്രസാദമാണ് ഇനി ഹനുമാന് ലഭിക്കുവാൻ സാധിക്കുന്നത്? എല്ലാവരും ഹനുമാനെ പ്രശംസിച്ചു. ഹനുമാൻ നിമിത്തം എല്ലാവർക്കും ജീവൻ തിരികെ കിട്ടി. അങ്ങനെ ഇന്ദ്രജിത്ത് ചെയ്ത ആ മഹായുദ്ധം ഒരു പരാജയമായി തീർന്നു. ഹരേ കൃഷ്ണ. ഈ കഥ, യുദ്ധകാണ്ഡത്തിലുള്ള ഈ കഥ അധ്യാത്മരാമായണത്തിൽ ഇല്ല. പക്ഷേ തുളസീദാസ രാമായണത്തിലും കൃത്തിവാസ രാമായണത്തിലുമൊക്കെ തന്നെ ഈ കഥയുണ്ട്. നിങ്ങൾക്ക് ഈ കഥ ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. നാമം ജപിക്കുക, പ്രാർത്ഥിക്കുക. ഹരേ കൃഷ്ണ.